വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് ജഗ്ദീപ് ധൻഖഡ് രാജിവെച്ചത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നു എന്ന് അദ്ദേഹം രാജിക്കത്ത് നൽകിയത്. പക്ഷേ ആ രാജിവെച്ചതിന് ശേഷം ഇതാ ഒരു മാസം കഴിയുകയാണ്. ഇപ്പോഴും ജഗ്ദീപ് ധൻഖർ എവിടെയാണ് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. അതിന് കേന്ദ്ര സർക്കാരും കൃത്യമായ ഉത്തരം നൽകുന്നില്ല. പ്രതിപക്ഷം ആവർത്തിച്ച ചോദ്യങ്ങൾ പാർലമെന്റിനകത്തും പുറത്തുമൊക്കെ ഉന്നയിക്കുന്നുണ്ട്. എവിടെ പോയി എന്ത് സംഭവിച്ചു എന്ന് അറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട് എന്ന് പ്രതിപക്ഷം ഉയർത്തുകയാണ്. പ്രതിപക്ഷം പല രീതിയിൽ ജഗ്ദീപ് ധൻഖറിനെ ബന്ധപ്പെടാനൊക്കെ ശ്രമിച്ചു. പക്ഷേ ആർക്കും അദ്ദേഹവുമായി കണക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം അമിത്ഷാ പറയുന്നുണ്ട് അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് തന്നെയാണ് രാജിവെച്ചിട്ടുള്ളത് എന്ന് പറയുന്നു. പക്ഷേ പ്രതിപക്ഷം പറയുന്നത് അദ്ദേഹം ഹൗസ് അറസ്റ്റിലാണ്, വീട്ടു തടങ്കലിലാണ്. കാരണം അദ്ദേഹം രാജിവെക്കാൻ കാരണമായിട്ടുള്ളത് കേന്ദ്രവുമായി BJP-യുമായുള്ള ഒരു ഉടക്കൽ ഉണ്ടായിട്ടുണ്ട്, ഒരു അസ്വാരസ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ അതൃപ്തിക്ക് പിന്നാലെയാണ് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നത്, അല്ലാതെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ കേന്ദ്രത്തിനെതിരെ BJP-ക്കെതിരെ പറയാൻ എന്തോ ഒരു ബോംബ് അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുൻപാകെ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹം എന്തെങ്കിലും തുറന്നു പറഞ്ഞേക്കും എന്ന ഭയത്തെ തുടർന്ന് അദ്ദേഹം വീട്ടു തടങ്കലിലാണ് എന്നാണ് പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നത്. എന്ത് സംഭവിച്ചു ജഗ്ദീപ് ധൻഖറിന് എന്ന് നമുക്ക് നോക്കാം. അജംസ്, എന്തായിരിക്കാം ഈ ജഗ്ദീപ് ധൻഖർ എവിടെയാണ് എന്നതിന് ഒരു കൃത്യമായ ഒരു ഉത്തരം? ഇന്നിപ്പോൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞു. അങ്ങനെ ചികിത്സയിലാണെങ്കിൽ ഏത് ആശുപത്രിയാണോ എന്ന് പോലും അമിത്ഷായ്ക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്താണ് ഇതിലൊരു ദുരൂഹത നിറയാൻ കാരണം? ദുരൂഹത നിറയാൻ കാരണം അദ്ദേഹം ഡിസപ്പിയർ ആയി പൊതുമണ്ഡലത്തിൽ നിന്നുള്ളതുകൊണ്ടാണ് ദുരൂഹത വിടാൻ കാരണം. കാരണം അങ്ങനെ ഡിസപ്പിയർ ആവുന്ന ഒരാളല്ല ജഗ്ദീപ് ധൻഖർ. നമ്മൾ മുമ്പോടെ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. അതായത് ജഗ്ദീപ് ധൻഖർ വളരെ വോക്കലായിട്ടുള്ള, എപ്പോഴും സംസാരിക്കുന്ന, ആവശ്യത്തിനും ആവശ്യമില്ലാത്തതിനൊക്കെ പ്രതികരിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഗവർണറായി സേവനമനുഷ്ഠിച്ച ബംഗാളിൽ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള കോലാഹലം നമുക്കറിയാം. മമതയുമായി എല്ലാ ദിവസവും ട്വിറ്റർ യുദ്ധമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. എന്നും രാവിലെ എഴുന്നേൽക്കുക, ട്വിറ്ററിൽ മമതാ ബാനർജി എന്തെങ്കിലും പറയുക. മമത അവസാനം ഒരു മുഖ്യമന്ത്രി ഒരു ഗവർണറെ ട്വിറ്ററിൽ ബ്ലോക്ക് ചെയ്ത ആദ്യത്തെ സംഭവം സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ടുണ്ടാകുന്നത് ഇദ്ദേഹത്തിന് ബ്ലോക്ക് ചെയ്തു സൈഡിട്ട്. അപ്പോൾ അത്രമാത്രം വോക്കലായിട്ടുള്ളൊരു മനുഷ്യൻ ഉപരാഷ്ട്രപതിയുമായി എലിവേറ്റ് ചെയ്യപ്പെടുന്നു. ഉപരാഷ്ട്രപതിയായിട്ട് അദ്ദേഹം എന്താ ചെയ്യുന്നത്? അതുവരെയുള്ള നമ്മൾ കുറേ ഉപരാഷ്ട്രപതിമാരെ കണ്ടിട്ടുണ്ട്. വെങ്കയ്യ നായിഡുവിനെ നമുക്കറിയാം, അദ്ദേഹം ഒരു BJP ലീഡറായിരുന്നു. പക്ഷേ അദ്ദേഹം ഉപരാഷ്ട്രപതിയായിട്ട് എങ്ങനെ പ്രവർത്തിച്ചത് നമുക്ക് കണ്ടിട്ടുണ്ട്. വളരെ മാന്യമായ ഭരണഘടനാപരമായ ഒരു പെരുമാറ്റമാണ് അദ്ദേഹത്തെ ഉപരാഷ്ട്രപതി സ്ഥാനത്ത് രാജ്യസഭാ അധ്യക്ഷൻ എന്ന നിലയിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അദ്ദേഹം ജോൺ ബിട്ടാസിനെയൊക്കെ അഭിനന്ദിച്ച് ഓർക്കുന്നുണ്ട്. അത് സർക്കാരിനെ വിമർശിച്ചിട്ടുള്ളൊരു പ്രസംഗത്തിൽ ഒരു പ്രതിപക്ഷ MP ആ പ്രസംഗത്തിൻ്റെ പേരിൽ അഭിനന്ദിച്ച ഒരാളായിരുന്നു വെങ്കയ്യ നായിഡു. പക്ഷേ ജഗ്ദീപ് ധൻഖർ അങ്ങനെയായിരുന്നില്ല. അദ്ദേഹം ഈ ചെയറിലിരിക്കെ തന്നെ അദ്ദേഹം സുപ്രീം കോടതി വിമർശിക്കുന്നു, പ്രതിപക്ഷത്തെ രാഷ്ട്രീയമായി വിമർശിക്കുന്നു, RSSനെ പുകഴ്ത്തുന്നു. ഇങ്ങനെ ഒരിക്കലും അതുവരെ ഒരു വൈസ് പ്രസിഡന്റ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വോക്കലായിട്ടുള്ള BJP നേതാക്കൾക്ക് ഒരു സവിശേഷതയുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞത് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ഇങ്ങനെ തന്നെയായിരുന്നു. ഇവരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവരൊന്നും RSSലൂടെ BJP-യിൽ വന്ന ആളുകളല്ല. ജഗ്ദീപ് ധൻഖർ ആവട്ടെ, ആരിഫ് മുഹമ്മദ് ഖാൻ ആവട്ടെ, RSSകാരല്ല അവർ ജനതാ പാർട്ടിയിൽ നിന്നോ കോൺഗ്രസിൽ നിന്നൊക്കെ BJP-യിൽ വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് എന്താണ് ഒരു അധിക ബർഡൻ അവർക്കുണ്ട്. തങ്ങളുടെ ദേശക്കൂറ്, തങ്ങളുടെ RSS കൂറ്, തങ്ങളുടെ BJP കൂറ് തെളിയിക്കണം, എക്സ്ട്രാ തെളിയിക്കണം. ആ തെളിയിക്കണം എന്ത് ചെയ്യണം? അവരിങ്ങനെയുള്ള കുഴപ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരാളായിരുന്നു ധൻഖഡ്. അപ്പോൾ ധൻഖഡ് ഇങ്ങനെയുള്ള ആളുടെ വേറൊരു പ്രശ്നം, ഇപ്പോൾ RSSലൂടെ വളർന്നു വരുന്നൊരു BJP നേതാവിനെ സംബന്ധിച്ച് അവർക്കൊരു പ്രത്യയശാസ്ത്ര ധാഢ്യം ഉണ്ടാവും. അവർ ചത്താലും RSSനെ തള്ളി പറയില്ല. BJP-യുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പോലും RSSനോട് അവർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരാത്തവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് ഈ ഐഡിയോളജിക്കൽ റിജിഡിറ്റി ഉണ്ടാവില്ല. അവരുടെ തോന്നിയ മാതിരിയൊക്കെ പറയും, അവരുടെ ഒരു പേഴ്സണൽ ഒപ്പീനിയനൊക്കെ അവർ പറഞ്ഞു കളയും. ആരിഫ് മുഹമ്മദ് ഖാനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ എടുത്തൊരു തീരുമാനമാണ് ഒരു രാജ്യസഭാ ഉപാധ്യക്ഷൻ എന്ന നിലയിൽ നോട്ട് കണ്ടെത്തിയ വിഷയത്തിലുള്ള ജഡ്ജിക്കെതിരായിട്ടുള്ള ഇംപീച്ച്മെൻറ്റ് പ്രമേയം കൊണ്ടുവന്നപ്പോൾ അതിലൊരു തീരുമാനമെടുത്തു. അങ്ങനെ തീരുമാനമെടുക്കാൻ പുതിയ കാലത്തെ ഇന്ത്യയിൽ, അല്ലെങ്കിൽ മോദി അമിത്ഷാ ഡ്യുവോ ഭരിക്കുന്ന ഇന്ത്യയിൽ അവരുടെ റൂൾ ബുക്കിൽ അങ്ങനെയൊന്നുമില്ല. അവരുടെ റൂൾ ബുക്കിൽ എപ്പോഴും ഉള്ളത് എന്താണ്? ഞങ്ങൾ പറയും, ബാക്കി എല്ലാവരും, അത് കോൺസ്റ്റിറ്റ്യൂഷണൽ പദവിയിലുള്ളതാവട്ടെ വേറെ ആരുമാവട്ടെ, അതങ്ങ് അനുസരിക്കുക, അതിനപ്പുറം നിങ്ങൾ തീരുമാനം എടുക്കരുത് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതങ്ങനെ അത് ശക്തമായി ആ റൂൾ ബുക്ക് പിന്തുടരാൻ മോദി ഷാ ഡ്യുവോ അത് പിന്തുടരാൻ വേറൊരു കാരണം കൂടിയുണ്ട്. സത്യപാൽ മാലിക്കും ഇതുപോലെ തന്നെ ഒരു സെക്യുലർ പാർട്ടിയിൽ പ്രവർത്തിച്ച് പിന്നീട് BJP-യിൽ ചേർന്ന ആളാണ്. അദ്ദേഹത്തെ അവർ പിടിച്ച് എന്താക്കി? ജമ്മു കശ്മീർ ഗവർണറാക്കി. പുൽവാമ ഭീകരാക്രമണം ഉണ്ടായി. അതിനുശേഷം അദ്ദേഹത്തെ ഗവർണർ സ്ഥാനം അവിടെ നിന്ന് മാറ്റി മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറ്റി. അതിനുശേഷം അത് കഴിഞ്ഞ് ഹരിയാന ഗവർണറായിരിക്കുമ്പോഴോ മറ്റാണെന്നൊന്നും അദ്ദേഹം ഒരു കർഷക റാലിയിൽ ഇതങ്ങ് തുറന്നു പറഞ്ഞു. അവിടെ ഇൻ്റലിജൻസ് വീഴ്ചയുണ്ടായി. അതൊരു RSSകാരനാണെങ്കിൽ ഒരിക്കലും സംഭവിക്കില്ല. അപ്പോൾ ജഗ്ദീപ് ധൻഖഡിന് കൊടുത്തിട്ടുള്ള അദ്ദേഹത്തെ മിസ്സിംഗ് ആവുന്നു. അദ്ദേഹം അതുവരെ വോക്കലായിരുന്ന ഒരാൾ വളരെ പെട്ടെന്ന് റെസിഗ്നേഷൻ കൊടുക്കുന്നു, അദ്ദേഹം ഡിസപ്പിയർ ആകുന്നു. അതിന് അദ്ദേഹത്തിൻ്റെ ഫാമിലി നൽകുന്ന മറുപടി അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. സാധാരണ രീതിയിൽ വൈസ് പ്രസിഡന്റുമാർ രാജിവെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഔദ്യോഗിക വസതിയുണ്ട്, അവർക്ക് പെൻഷനുണ്ട്, അവർക്ക് 4-5 സ്റ്റാഫിനെ അനുവദിക്കും.
അങ്ങനെ പലതരം സൗകര്യമുണ്ട്. അതൊന്നും വേണ്ടാതെ അദ്ദേഹം സ്വകാര്യമായി അദ്ദേഹത്തിൻ്റെ ഗുഡ്ഗാവിലുള്ള വീട്ടിൽ പോയി താമസിക്കുകയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അദ്ദേഹത്തെ ആർക്കും അപ്രോച്ചബിൾ അല്ല, ആരോടും അദ്ദേഹം സംസാരിക്കുന്നില്ല, ആരോടും മിണ്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൽ ദുരൂഹതയുണ്ട്. ഒന്നുകിൽ ആരോ അദ്ദേഹത്തോട് ഇനി വാ തുറക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു സത്യപാൽ മലിക്കിനെ ഈ റൂൾ ബുക്ക് പ്രകാരം ഈ ഭരണകൂടം ആഗ്രഹിക്കുന്നില്ല, മറ്റൊരു സത്യപാൽ മാലിക് ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇതിൽ നിന്ന് ഈ പറയുന്ന ഭരണകൂടം മറ്റൊരു പാഠം കൂടി പഠിച്ചിട്ടുണ്ട്. RSSകാരല്ലാത്ത ഒരാളെയും ഇനി ഭരണഘടനാ സ്ഥാപനങ്ങളിലേക്ക് വേണ്ട. അതിനിപ്പോൾ ഗവർണറാവട്ടെ, വൈസ് പ്രസിഡൻ്റ് ആവട്ടെ, പ്രസിഡൻ്റ് ആവട്ടെ, ഇനി വേണ്ട. നോക്കൂ, ഇപ്പോൾ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കാരാണ് ഇന്ത്യയുടെ. ശാഖയിൽ നിന്ന് വളർന്നു വന്ന രാധാകൃഷ്ണനാണ് അടുത്ത ഉപരാഷ്ട്രപതി സ്ഥാനത്ത്. അവർക്ക് വേറെ എന്തെല്ലാം ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കൂട്ടുകക്ഷി ഭരണമാണ്, ഒരു NDA മുന്നണിയാണ് ഭരിക്കുന്നത്, BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു ഘടകകക്ഷിയുടെ ഒരു നേതാവിനെ, അല്ലെങ്കിൽ രാജ്യത്തൊരു മികച്ച അക്കാഡമിഷ്യനെ, അല്ലെങ്കിൽ ഏതെങ്കിലും, ഇപ്പം നമ്മൾ ന്യൂനപക്ഷ വിരുദ്ധരാണല്ലോ, ഒരു ന്യൂനപക്ഷ സമുദായക്കാരനെ, അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള കോംപ്രമൈസിനും ഈ ഭരണകൂടം തയ്യാറില്ല. ആര് വേണം? കാക്കി നിക്കറിട്ട ആൾ തന്നെ വേണമെന്ന തീരുമാനത്തിലേക്ക് എത്തുകയാണ്. ഇനിയിപ്പോൾ ഇത് വൈസ് പ്രസിഡൻ്റ് കാര്യത്തിൽ മാത്രമല്ല, പ്രസിഡന്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇനി ഗവർണർമാരുടെ കാര്യത്തിലൊക്കെ ഈ ഒരു കടുംപിടുത്തം ഈ ഭരണകൂടത്തിനുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. യെസ്, അജിൻസ് പറഞ്ഞതുപോലെ പ്രൊഫസർ പെട്ടെന്നൊരു ദിവസം രാജി കൊടുക്കുന്നു, പിന്നീട് അങ്ങ് അപ്രത്യക്ഷനാകുന്നു, എവിടെയും കാണാനില്ല ധൻഖറിനെ. അപ്പോൾ പ്രതിപക്ഷം ഈ ചോദ്യങ്ങൾ ഉയർത്തും, അതിൽ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. അപ്പോൾ അത് ക്ലിയർ ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഉത്തരവാദിത്തം തന്നെയല്ലേ? അല്ല, അങ്ങനെ ഒരു ഉത്തരവാദിത്ത ബോധമുള്ള ഒരു സർക്കാരാണ് എന്ന് ഇതുവരെ അവർ നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടില്ലല്ലോ. ഇപ്പോൾ ഒരു സഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ആൾക്കാർ, ഇപ്പോൾ ഒരു ഗ്യാപ്പിന് ശേഷം സഭാ സമ്മേളനം വീണ്ടും തുടങ്ങിയിട്ട് അതിന് തൊട്ട് പിറ്റേ ദിവസമാണ് രാജിവെക്കുന്നത്. അതാണ്, തലേദിവസം അദ്ദേഹം ചെയറിലുണ്ടായിരുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ രാജിവെക്കണമെങ്കിൽ അതിലാണ് നമ്മൾ കൂടുതൽ സംശയം നമുക്ക് തോന്നുക. ഇപ്പോൾ ഒരാൾ ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ട്, ധാരാളം ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഓക്കെ, ആ പറയുന്ന നമ്മൾ ആ കാണുന്ന ഗ്യാപ്പ്, ആ ഇടവേളയിൽ തന്നെ അദ്ദേഹത്തിന് അസുഖമുണ്ട്, അതുകൊണ്ട് അദ്ദേഹം മാറാൻ സാധ്യതയുണ്ടെന്ന് എന്തെങ്കിലും ഒരു വിവരം നമുക്ക് വരേണ്ടതാണ്. മാത്രമല്ല, ഈ പുനരാരംഭിക്കുന്ന സമ്മേളനത്തിലെ ആദ്യത്തെ ദിവസം പങ്കെടുത്തയാളാണ്, ചെയറിൽ ഉണ്ടായിരുന്ന ആളാണ് തൊട്ടടുത്ത ദിവസം ആകുമ്പോഴേക്കും അപ്രത്യക്ഷനാകുന്നത്. ഇത് ഇന്ത്യ ചരിത്രത്തിൽ ഉണ്ടായിട്ടേ ഇല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഉപരാഷ്ട്രപതി രാജിവെക്കുന്നതോ ആ നിലയ്ക്ക് അയാളെ പിന്നെ കാണാൻ കിട്ടാതാവുന്നതോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ ജനാധിപത്യത്തിലെ ഏറ്റവും ദുരൂഹമായൊരു സംഭവമായിട്ട് നമുക്ക് ഒരുപക്ഷെ ഇതിനെ കാണേണ്ടി വരും. ഇപ്പോൾ കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഈ ഗുഡ്ഗാവിലെ വീട്ടിലിരുന്നിട്ട് OTT ഷോസൊക്കെ കാണുന്നു എന്നാണ്. എന്തൊക്കെ അവർ പറഞ്ഞു പരത്താൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിൻ്റെ കഥ തന്നെ ഒരു നല്ല OTT സീരീസിനുള്ളൊരു കഥയായിട്ട് വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ചിരിക്കുകയല്ല നമ്മൾ, പക്ഷേ അത്ഭുതകരമായ ഒരു തരത്തിലുള്ളൊരു എന്താ പറയുക, ഒരു മറച്ചുവയ്ക്കലാണ്, ഒരു മറയിടലാണ്, ഒരു ഇരുമ്പ് മറയിടലാണ് എന്നാണ് നമ്മൾ കാണേണ്ടത്. അതിനകത്ത് ഒരു തുള പോലും വീഴാതിരിക്കാൻ വേണ്ടി അവർ കഠിനമായി ശ്രമിക്കുന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ദർ ഇസ് എ ബിഗ് സ്റ്റോറി ബിഹൈൻഡ് ഇറ്റ് എന്ന് നമ്മളും സംശയിക്കേണ്ടി വരും. അതെന്താണെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ സത്യപാൽ മാലിക്കിൻ്റെ കാര്യം പറഞ്ഞതുപോലെ അദ്ദേഹം പിന്നീട് തുറന്നു പറഞ്ഞ കാര്യങ്ങൾ അത്രയ്ക്ക് ഞെട്ടിപ്പിക്കുന്നത് തന്നെയായിരുന്നു. എല്ലാവർക്കും സംശയങ്ങളുണ്ടായിരുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ പുൽവാമയുടെ കാര്യത്തിലായാലും പലരും അതിനകത്ത് സംശയങ്ങൾ പ്രകടിപ്പിച്ചതാണ്. സാഹചര്യമൊക്കെ ഒരിക്കലും അങ്ങനെ എന്താ പറയുക, ഇൻ്റലിജൻസിൻ്റെ ഒരു അറിവോടുകൂടി അല്ലാതെ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവേണ്ട ഒരു സാഹചര്യമേ ആയിരുന്നില്ല എന്ന് നമുക്കൊക്കെ അറിയാമായിരുന്നു. പക്ഷേ ഭരണത്തിലിരുന്ന സമയത്ത്, ഗവർണറായി ഇരുന്ന സമയത്ത് സത്യപാൽ മാലിക് ബാക്കി എല്ലാവരേക്കാളുമൊക്കെ അതിനെ ന്യായീകരിക്കുന്ന ഒരു കൂട്ടത്തിലുമായിരുന്നു. പിന്നീടാണ് ഈ സ്ഥാനം മാറിയതിന് ശേഷമാണ് ഇദ്ദേഹം പെട്ടെന്നൊരു ദിവസം അദ്ദേഹത്തിൻ്റെ സ്വഭാവം മാറുന്നതും ഈ നിലയിലേക്ക് പോകുന്നതും. പക്ഷേ ധൻഖഡിൻ്റെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. ഞാനീ പറഞ്ഞ തലേദിവസത്തെ സംഭവത്തിൽ പോലും അയാൾ ഒരു തരത്തിലും പ്രതിപക്ഷത്തിന് ഏതെങ്കിലും തരത്തിലുള്ളൊരു ഫേവറല്ല, ഒരു ബാലൻസിങ് ആക്ടിന് എന്ന നിലയിൽ പോലും ഒന്നും തന്നെ ചെയ്യുന്ന ഒരാളായിരുന്നില്ല. അതുകൊണ്ട് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ പ്രതിപക്ഷം ആലോചിച്ചത് തന്നെ അതായിരുന്നല്ലോ. കാരണം ഒരു ഉപരാഷ്ട്രപതിക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ പ്രതിപക്ഷം ആലോചിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ അദ്ദേഹം കൊണ്ടുചെന്ന് എത്തിച്ചിരുന്നു. അവിടെ നിന്നാണ് പെട്ടെന്ന് ഈ ഉൾട്ട സംഭവിക്കുന്നത്. പെട്ടെന്നൊരു ദിവസം അദ്ദേഹത്തെ മാറ്റുന്നു എന്നുള്ള ഒരു സംഗതിയിലേക്ക് പോകുന്നു. സോ അതുകൊണ്ട് അത് വളരെ നിഷ്കളങ്കമായിട്ട് കാണാനേ കഴിയില്ല. അപ്രതീക്ഷിത ആണെന്ന് മാത്രമല്ല, അസ്വാഭാവികമായ പലതും അതിൻ്റെ പിന്നിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കാണായിക എന്നത്, ഇപ്പോൾ അദ്ദേഹത്തെ എവിടെയാണ് എന്നുള്ളത്, ഇപ്പോൾ കപിൽ സിബൽ ചോദിച്ചു ആശുപത്രിയിലാണോ? നമ്മൾ ഏത് ആശുപത്രിയിലാണ്, ഏത് വാർഡിലാണ്, ആരാണ് ചികിത്സിക്കുന്നത്?
നമുക്കൊക്കെ പോയി കാണാമായിരുന്നല്ലോ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ രീതിയിൽ ചോദിച്ചിട്ട് പോലും അതിന് ഒരു തരത്തിലുള്ള മറുപടി ഉണ്ടാവുന്നില്ല. അമിത്ഷായാണ് ഇന്നലെ ആദ്യമായിട്ട് അത് പ്രതികരിച്ച് ഞങ്ങൾ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളാണെന്നുള്ളത് റെസിഗ്നേഷൻ ലെറ്ററിൽ തന്നെ വ്യക്തമായിരുന്നല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നീട് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നറിയാനുള്ളൊരു അവകാശം രാജ്യത്തിനുണ്ടല്ലോ, ജനങ്ങൾക്കുണ്ടല്ലോ. അതവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. അത് പിന്നീട് ഒരു സമയത്ത് ഒരു വലിയ ബോംബായിട്ട്, ഒരു വലിയ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ധൻഖഡിൻ്റെ അപ്രത്യക്ഷമായാലും ഒരു വലിയ ബോംബായിട്ട് നമ്മുടെ മുമ്പിൽ പൊട്ടി വീഴുമോ എന്നുള്ളതാണ് കാണേണ്ടത്. ഇപ്പോൾ സത്യപാൽ മാലിക്കിൻ്റെ തിരോധനം, പിന്നെ അത് കഴിഞ്ഞ് അദ്ദേഹം ഇപ്പോൾ മരിച്ചിട്ട് പോലും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള പലതരത്തിലുള്ള സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിലൊക്കെ തന്നെ ബാക്കിയുണ്ട്. മാത്രമല്ല സത്യപാൽ മാലിക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കരൺ താപ്പറിനും സിദ്ധാർത്ഥ് വരദരാജനും എതിരെ എടുത്ത കേസിലെ പ്രതിയാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം. അസം പോലീസ് എടുത്ത കേസിലെ ഒരു പ്രതിയാണ് സത്യപാൽ മാലിക്. അപ്പോൾ ആ നിലയ്ക്ക് പോലും ഇവർ ഏതൊക്കെയോ തരത്തിൽ ഈ വളഞ്ഞു കെട്ടാനുള്ള ശ്രമങ്ങൾ പല വഴിക്കും നടത്തുന്നു എന്നാണല്ലോ കാണുന്നത്. ഇനിയിപ്പോൾ ജഗ്ദീപ് ധൻഖഡ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സംഭവിക്കാവുന്നതും ഇത് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ദുരൂഹത എന്ന് പറയുന്നത് കേവലം ഒരു വ്യക്തിയെ കാണാതാവുകയോ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്ര നേതാക്കളിൽ ഒരാളായിരുന്ന ഒരാളെ കാണാതാവുന്നത് മാത്രമല്ല, നമ്മളെ ചുറ്റും ഇരുട്ട് വ്യാപിക്കുന്നതിൻ്റെ ഒരു സൂചനയായിട്ട് കൂടി കാണേണ്ടി വരുമെന്ന് തോന്നുന്നു. യെസ്, എന്തായാലും രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ അതിന് പിന്നിലൊരു കഥയുണ്ടെങ്കിൽ, ജഗ്ദീപ് ധൻഖഡിന് രാജിവെക്കേണ്ടി വന്നതിന് പിന്നിലൊരു കഥയുണ്ടെങ്കിൽ അത് അധികം വൈകാതെ തന്നെ മറനീക്കി പുറത്തു വരുമെന്ന് കരുതാം.